ഗുഡ് മോർണിംഗ്. നമ്മുടെ മെട്രിക്സിൻ്റെ ഏകദേശം എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ കുറച്ച് വെക്റ്റേഴ്സ്, ഒരു 3 ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ഇങ്ങനെ 2 ടോപ്പിക്ക് മാത്രമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ഈ 2 ടോപ്പിക്ക് നമുക്ക് 1-2 hours മതിയോ? ഈ ഒരു വീക്ക് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലീനിയർ ഡിപ്പെൻഡൻറ്റ്, ലീനിയർ ഇൻഡിപെൻഡൻസി. അപ്പോൾ ഈ ലീനിയർ ഡിപ്പെൻഡൻസി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ലീനിയർ ഡിപ്പെൻഡൻസി മെട്രിക്സ് റിലേറ്റീവ് ആയിട്ടും ചോദിക്കുക, വെക്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ മെട്രിക്സിൻ്റെ ലാസ്റ്റ്, വെക്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലീനിയർ ഡിപ്പെൻഡൻസി നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ പല തരത്തിലുള്ള ഡെറിവേഷൻസാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് എന്താണ് ലീനിയർ ഡിപ്പെൻഡൻ്റ് എന്ന് അല്ലെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങളെ സിലബസിലുള്ളത് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നാണ്. ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് എന്നും തൊട്ടാണല്ലോ. നമ്മൾ റാങ്ക് എടുത്തു, പക്ഷേ ലീനിയർ ഇൻഡിപെൻഡൻസ് അപ്പോൾ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ മെട്രിക്സിലും ചോദിക്കലുണ്ട്, അതുപോലെ തന്നെ വെക്റ്റേഴ്സിലും ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ രണ്ടിനും നമ്മൾ കണ്ടീഷന് സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഓർ കോളം മെട്രിസസ്. അതായത് ഇപ്പോൾ നമ്മളൊരു എന്തുകൊണ്ടാണ് വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, V1 എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കല്ലേ, 1 2 3, അല്ലെങ്കിൽ V2 = 3 8 9, ഇങ്ങനെ കണ്ടു. ഇതാണ് വെക്റ്റേഴ്സ്. അപ്പോൾ അതും മെട്രിക്സും തമ്മിലുള്ള റിലേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മെട്രിക്സ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യെങ്കിൽ ഫോർ എക്സാമ്പിൾ 1 2 3 3 8 9, ഓക്കെ, 2 1 4, ഇതൊരു മെട്രിക്സാണ് ഇല്ലേ? അപ്പോൾ ഈ മെട്രിക്സിൽ നമുക്ക് വെക്റ്റേഴ്സ്, ഈ മെട്രിക്സിൽ നമുക്ക് വെക്റ്റേഴ്സ് ആയിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് ഒരു വെക്ടറാണ്. ഓരോ കോളം മെട്രിക്സിനെയും നമുക്ക് ഓരോ വെക്ടറായിട്ട് എടുക്കാം. അപ്പോൾ 3x3 മെട്രിക്സിൽ നമുക്ക് എത്ര വെക്റ്റേഴ്സ് കിട്ടും? നമുക്ക് 3 വെക്റ്റേഴ്സ് കിട്ടും. ഓക്കെ, അതായത് ഈ കോളം ബേസ് നമ്മൾ മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെക്റ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ തരും, V1 V2 എന്നൊക്കെ പറഞ്ഞ് തരും. അല്ലെങ്കിൽ V1 V2 എന്നുള്ളത് നമ്മൾ ഒരിക്കലും V എന്ന് വെച്ചിട്ടാവില്ല. ചിലപ്പോൾ X1 X2 എന്ന് പറഞ്ഞു തരും, ചിലപ്പോൾ X Y Z എന്ന് പറഞ്ഞു തരും, ചിലപ്പോൾ കേസിൽ Y1 Y2 Y3, അങ്ങനെ ഓരോ ഇതിലായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ വെക്റ്റേഴ്സാണ് മനസ്സിലാക്കാൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫൈ ചെയ്യുന്ന, കോമൺലി V1 യൂസ് ചെയ്യും, അല്ലെങ്കിൽ X1 X2 X3, അല്ലെങ്കിൽ XYZ, ഇങ്ങനെയാണ് കോമൺ എല്ലാ ബുക്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ബുക്സിൽ R1 R2 R3 അങ്ങനെയൊക്കെ തരലുണ്ട്. അതായത് ഇത് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ കോളത്തെയാണ്. നമ്മൾ മെട്രിക്സ് വെച്ചിട്ട് എഴുതാണെങ്കിൽ ഓരോ കോളത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ഇവിടെ K1 ആണ്, R1 അല്ല. ചില ബുക്കിൽ R1 തരുന്നുണ്ട്. ലെറ്റ് K1 K2, അതൊന്നും നോട്ട് ബുക്കിൽ മാറ്റി എഴുതണം കേട്ടോ. K2 ആൻഡ് K3 ബി സ്കേലാസ് സച്ച് ദാറ്റ് K1 X1 പ്ലസ് K2 X2 പ്ലസ് K3 X3 = 0. ഈ ഒരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ആണെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ എഴുതണം. K1 X1 പ്ലസ് K2 X2 പ്ലസ് K3 X3. ചില ബുക്കിൽ ഇങ്ങനെ വരലുണ്ട്, X X1 പ്ലസ് Y X2 പ്ലസ് Z X3. അതായത് ഈ XYZ അല്ലെങ്കിൽ K1 K2 K3 എന്നുള്ളത് നമ്മൾ അൺനോൺ ആണ്. നമുക്കത് അറിയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഈ അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെ എഴുതണം. K1 ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. K1 എന്നുള്ളത് ഒരു സ്കേലാർ, X1 എന്നുള്ളത് ഫസ്റ്റ് വെക്ടർ, K2 എന്നുള്ളത് സെക്കൻഡ് സ്കേലാർ, X2 സെക്കൻഡ് വെക്ടർ, K3 തേർഡ് സ്കേലാർ, X3 തേർഡ് വെക്ടർ. അങ്ങനെ നമ്മൾ എത്ര വെക്ടർ ഉണ്ടോ അതിനൊക്കെ നമ്മൾ
വെക്റ്റർ മീൻസ് ഓരോ കോളംസ്, എത്ര കോളംസ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആകണമെന്നില്ല, ഡിഫറെൻ്റ് ആവാം, സെയിം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഈ ഒരു കേസിൽ ഈ K1 K2 K3 എല്ലാ കോൺസ്റ്റൻറ്റും നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അതല്ല ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ K1 നമുക്ക് 0 കിട്ടി, പക്ഷേ K2 നമുക്ക് 1 ആണ് കിട്ടിയത്, K3 എന്നുള്ളതും 0 കിട്ടി. അതായത് ഏതെങ്കിലും ഒന്ന് നമുക്കിതിൽ നോൺ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വെക്റ്റർ ഡിപ്പെൻഡൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. K1 x1 പ്ലസ് K2 x2 പ്ലസ് K3 x3 ഈക്വൽ ടു 0. ഇതിൽ K1 ഈക്വൽ ടു K2 ഈ കോൺസ്റ്റൻ്റ്, അതായത് ഈ x1 x2 x3 എന്നുള്ള വെക്ടറാണ്. K1 K2 K3 എന്നുള്ള സ്കേലാറാണ്. ഈ സ്കേലാർ എല്ലാം ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത ശേഷം നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ കോൺസ്റ്റൻ്റ് എല്ലാ സ്കേലാറും നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, so if there is at least one value is non-zero, if any one of this K1 K2 K3, if any value of this is non-zero, then we can say the vectors are dependent. Okay, എന്നാൽ നമുക്ക് വെക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ മെട്രിക്സ് എ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയുന്നതാണ് K1 x1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് K1 x1 പ്ലസ് K2 x2 പ്ലസ് K3 x3 is equal to 0. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, K1-ൻ്റെയും K2-ൻ്റെയും K3-യുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇഫ് K1 K2 K3 all are equal to 0, then we can say it is a ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ K1 x, അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഇക്വേഷനാണ്. K1 x1 പ്ലസ് K2 x2 പ്ലസ് K3. ഞാൻ പറഞ്ഞപ്പോൾ ചില ഇതിലെന്ത് ചെയ്യുക, ഈ K1-ന് പാടി ഇങ്ങനെ കൊടുക്കും XYZ. കാരണം നമുക്കറിയാമല്ലേ നമ്മൾ സാധാരണ സോൾവ് ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യൽ, എക്സ് ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സ്, ഫസ്റ്റ് കോളം മെട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, K1 ഈ x1 എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് x1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കോളം മെട്രിക്സ് ആണ് x1. K1 ഇൻറ്റു x1. ഓക്കെ, നെക്സ്റ്റ് K2 ഇൻറ്റു x2. x2 എന്നുള്ളത് ഈ സെക്കൻഡ് കോളം മെട്രിക്സ് K2 ഇൻറ്റു x2 പ്ലസ് K3 ഇൻറ്റു x3. K3 എന്നുള്ളതാണ് ഈ തേർഡ് കോളം മെട്രിക്സ് x3 ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ K1-ൻ്റെ അവിടെ നമുക്കറിയാം, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അൺനോൺ വാല്യൂ ടു ഫൈൻഡ് ഔട്ട്. ഇവിടെ എക്സ് വൈ സെഡ് എന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, K1-ൻ്റെ അവിടെ ചില ബുക്കിൽ നിങ്ങൾക്ക് എക്സ് കാണാം, ചില ബുക്കിൽ വൈ കാണാം, ചില ബുക്കിൽ സെഡ് കാണാം. ഓക്കെ, അതൊന്നും ഇതാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്കേലാർ ഇൻറ്റു എ വെക്റ്റർ. വെക്റ്റർ മീൻസ് എ കോളം മെട്രിക്സ് ഇൻ ദ given matrix, any column matrix in the given matrix, അതാണ് എന്ത് വെക്ടർ. സോ സ്കേലാർ ഇൻറ്റു വെക്ടർ അതിൻ്റെ ഒരു ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല. അതായത് K1 ഇൻറ്റു 1 പ്ലസ് K2 ഇൻറ്റു 1 പ്ലസ് K0 K3 ഈക്വൽ ടു 0 കിട്ടും നമുക്ക്. ഈ ലാസ്റ്റ് വരുന്നത് നമുക്കറിയാം 0 0 0 മെട്രിക്സ്. 0 എന്ന് പറയുമ്പോൾ 0 0 0 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കറിയാം 3K1 പ്ലസ് മൈനസ് 2K2 പ്ലസ് K3 ഈക്വൽ ടു 0. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് ഈ തേർഡ് ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇനി തേർഡ് ഇക്വേഷനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് മൈനസ് K1 പ്ലസ് 0K2 പ്ലസ് 3K3 ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇഷ്ടമുള്ള ഫോമിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് 3 ഇക്വേഷനാണ് കിട്ടിയത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 3 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ മെട്രിക്സിൽ തന്നെ ഡിഫറെൻറ്റ് ഫോം പഠിച്ചിട്ടില്ലേ. അതായത് ഈ 3 ഇക്വേഷനെ നിങ്ങൾക്ക് എന്താക്കാം, മെട്രിക്സ് ഫോമിലാക്കിയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല എന്താ, ഓരോന്നും എലിമിനേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഏത് രീതിയിലും സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ 2 രീതിയിലും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ ഇക്വേഷൻ ഇതാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? K3 ഏതായാലും നമുക്ക് 0 ആയിപ്പോയി. അപ്പോൾ K1 + K2 = 0 കിട്ടി ഈ ഫസ്റ്റ് ഇക്വേഷന്. അപ്പോൾ നമുക്ക് K1 എന്താണ്? -K2. അപ്പോൾ K2ന് നമുക്ക് എന്ത് ചെയ്താൽ K1ൻ്റെ ടേമിൽ -K1 എഴുതാം. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യും? സെക്കൻഡ് ഇക്വേഷൻ നമ്മളങ്ങ് ചേഞ്ച് ചെയ്ത് എങ്ങനെ നമുക്കറിയാം നെക്സ്റ്റ് തേർഡ് ഇക്വേഷൻ എഴുതിക്കോളൂ. തേർഡ് ഇക്വേഷന് കാരണം സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് 3 വേരിയബിൾ വരുന്നുണ്ട് അല്ലേ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ K3 0 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ K2 0 ആണ്. അപ്പോൾ നമ്മൾ 2 വേരിയബിൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും സോൾവ് ചെയ്യാണ് എടുക്കേണ്ടത്. ഒരൊറ്റ വേരിയബിൾ ആണെങ്കിൽ അതെടുക്കുക. ഇവിടെ ഒരൊറ്റ വേരിയബിൾ ഇല്ല, ഇക്വേഷൻ ഇല്ല. ഇവിടെ മിനിമം 2 വേരിയബിൾ 2 ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വേരിയബിൾസിൻ്റെ എണ്ണം കുറവുള്ള ഇക്വേഷൻസാണ് ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഇതിന്ന് എടുത്തു. പിന്നെ തേർഡ് എന്ത് ചെയ്യും? തേർഡിൽ 2 വേരിയബിളുള്ളൂ. സോ നമ്മൾ എടുത്തത് -K1 പ്ലസ് ഇത് K2യുടെ 0 ആയിപ്പോയി പ്ലസ് 3K3 = 0. ഇത് നമുക്ക് K1 = 3K3 എന്നത് -K1 ഈ സൈഡിലോട്ട് പോകുമ്പോൾ K1 = 3K3. അപ്പോൾ K3 നമുക്ക് എന്ത് ചെയ്താൽ K1/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3K1 ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. 3K1 - 2K2 + K3. അപ്പോൾ ഇതിൽ നമുക്കറിയാം K1 നമുക്ക് അതന്നെ കൊടുത്തു. K2നെ നമ്മൾ ഏതിൻ്റെ ടേമിൽ എഴുതാം? K1ൻ്റെ ടേമിൽ. അപ്പോൾ K2 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യും? -K1 എഴുതിയും. അതുപോലെ തന്നെ K3യെ നമുക്ക് എന്ത് ചെയ്താൽ? K1/3 എന്ന് എഴുതാം. അപ്പോൾ ഈ ദിസ് ഇക്വേഷൻ കണ്ടെയ്ൻസ് ഓൺലി K1. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് K1 മാത്രമേ ഉള്ളൂ. K1 മാത്രമാകുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത് K1 മാത്രമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ഈ /3 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ടുള്ള LCM എടുക്കുക. ഇവിടെ /3 കോമൺ LCM എടുക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ LCM എടുക്കുന്നത്. ഇവിടെ 3K1 ആണ്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9K1. ഇവിടെ 2 × 3 മൾട്ടിപ്ലൈ 6K1. ഇവിടെ K1 = 0 എന്ന് വരും. അതായത് നമുക്കറിയാം ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനെങ്ങനെ എഴുതാപ്പോൾ 9K1 + 6K1 + K1 = എന്ത് ചെയ്തു? 0 × 3 വരില്ല. 0 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ അപ്പർ പാർട്ട് ന്യൂമറേറ്റർ = 0 എന്ന് വരും നമുക്ക്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ = 0. അപ്പോൾ 60K1 = 0. അപ്പോൾ K1 എന്താവും? 0 ആവും. അപ്പോൾ നമുക്ക് K2നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് -K1. അപ്പോൾ -0 എന്ന് പറയുമ്പോൾ 0 കിട്ടും, K3 0 കിട്ടും. അപ്പോൾ K1ഉം K2ഉം K3 0 കിട്ടും. അതായത് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷന് K1 x1 + K2 x2 + K3 x3 = 0 ആണ്. ഇഫ് ദെയർ K1 = K2 = K3 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് മെട്രിക്സ് തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ചിലൊരു ക്വസ്റ്റ്യൻ തരും. എക്സാമിൻ വെദർ ദ വെക്ടേഴ്സ് x1 x2 x3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇതിൽ നമുക്ക് നിന്ന് മെട്രിക്സ് അല്ല തന്നിട്ടുള്ളത്, വെക്ടർ ഡയറക്റ്റ് ചെയ്താണ്. ഈ വെക്ടറിന് മെട്രിക്സിന് ഇതിപ്പോൾ നമുക്ക് എങ്ങനെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക? 3 1 1 ഫസ്റ്റ് കോളം ഇല്ലേ. പിന്നെ 2 0 -1 സെക്കൻഡ് കോളം. നെക്സ്റ്റ് 4 2 1 തേർഡ് കോളം. ഇങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ആ ഒരു കൺവേർഷൻ? അതായത് നമുക്ക് എന്ത് ചെയ്യുക? വെക്ടറിനെ മെട്രിക്സും ആക്കാം, മെട്രിക്സിനെ വെക്ടറും ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി ആവശ്യം നമുക്ക് എന്താണ്? വെക്ടർ തന്നെയാണ് ആവശ്യം. അപ്പോൾ ഗിവൺ വെക്ടറാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. K1 x1 + K2 x2 + K3 x3 = 0. x1ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു, x2 ഇവിടെ കൊടുത്തു, x3 ഇവിടെ കൊടുത്തു. ഓക്കെ, ഇത് നിങ്ങൾ നേരത്തെ പോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. അതായത് ജസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ട് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് നേരത്തെ ഞാൻ വെറും ഇക്വേഷൻ സോൾവിങ് മെത്തേഡാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് നമ്മളെ മെട്രിക് സോൾവിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ച്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആ മെത്തേഡിൽ ചെയ്യുക. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു മെത്തേഡിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ്. ഇപ്പോൾ ഞാനിവിടെ K1ന് പകരം R1 ആണ്. ചില ബുക്കിൽ R1 കാണാം, K1ന് പകരം R1 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, K2ന് R2, K3ക്ക് R3. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിൽ അതൊന്ന് സ്വയം ചെയ്തു നോക്കുക.
ഒന്നല്ലെങ്കിൽ മെട്രിക്സ് ഫോമിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇതെങ്ങനെ ചെയ്യുന്നു നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ r1x1 അല്ലെങ്കിൽ k1x1 പ്ലസ് k2x2 പ്ലസ് k3x3 നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യല്ലേ. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. എങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? 3r1 പ്ലസ് 2r2 പ്ലസ് 4r3 ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാം എന്താണ്, 0 0 0 മെട്രിക്സ് ആണ് 0. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ്. സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് റോ എടുത്തിട്ടാണ് സെക്കൻഡ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ 1r1 0r2 2r3 ഈക്വൽ ടു 0. സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ തേർഡ് ഇക്വേഷൻ നമ്മൾ തേർഡ് റോ എടുത്താണ് ക്രിയേറ്റ് ചെയ്യുക. 1r1 മൈനസ് 1r2 1r3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷൻ നമ്മൾ നോർമൽ മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞതിൽ നമ്മൾ നോർമൽ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്തിരുന്നത്. ഓക്കെ, ഇക്വേഷൻ നോർമൽ മെത്തേഡിലല്ലാതെ നിങ്ങൾക്ക് പറയാം ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചിലപ്പോൾ എക്സാമിന് എക്കിലോൺ ഫോം എന്ന് ചോദിക്കലുണ്ട്. എക്കിലോൺ ഫോം എന്ന് ചോദിച്ചാലും നിങ്ങൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് തന്നെ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അതായത് റോ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോമാണിത് എക്കിലോൺ ഫോം. അപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മെട്രിക്സ് ആക്കിയിട്ട് എഴുതുക. അതായത് ഈ തന്നിട്ടുള്ളതിന് എന്ത് ചെയ്യുക, മെട്രിക്സ് ആക്കിയിട്ട് എഴുതാൻ അറിയില്ല നമുക്ക്. 3 1 1 ഇവിടെ ഫസ്റ്റ് റോ എഴുതി. പിന്നെ നെക്സ്റ്റ് എന്താണ്, നമുക്ക് സാധാരണ മെട്രിക്സ് 2 0 -1 അത് സെക്കൻഡ്. അതായത് ഏതാണ് ഈ സെക്കൻഡ്, ഇതാണ് നമ്മൾ സെക്കൻഡ് കോളായിട്ട് എഴുതിയത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ 4 2 1 ഇതാണ് തേർഡ് കോളം. ഇതാണ് എന്ത് 4 2 1 തേർഡ് വെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോൺസ്റ്റൻറ്റ് സ്കേലാർ വെക്ടർ നമ്മൾ r1 r2 r3 0. ഇതിനെ നമ്മൾ സാധാരണ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന പോലെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഫസ്റ്റ് 1 ആയിരിക്കും അല്ലേ. സോ നമ്മൾ r1ഉം r2ഉം ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്കിത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താ r2 മൈനസ് 3r1 ചെയ്തു. അതായത് r2 ഗീവ്സ് നമ്മൾ പുതിയ ഇത് r2 മൈനസ് 3r1 ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് ചെയ്തത് r3 മൈനസ് r1 ചെയ്തിട്ടാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ r2 വന്നിട്ടുള്ളത് 1/2 r2 ചെയ്തു. ഇതെന്ന് വെച്ചാൽ -1 ഇൻറ്റു r3 ചെയ്ത് നമുക്ക് r3 കിട്ടി. ഓക്കെ, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഇതിന് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, r3 മൈനസ് r2 കിട്ടി ഇല്ലേ. r3 മൈനസ് r2 കിട്ടി. അപ്പോൾ നമുക്ക് ഇതൊരു എക്കിലോൺ ഫോമിലായില്ല. അപ്പോൾ നമുക്കറിയാം റാങ്ക് എ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതായത് നമുക്ക് ഒരു ഗോസ് എലിമിനേഷൻ മെത്തേഡ് എക്കിലോൺ ഫോമിൽ നമുക്ക് റെഡ്യൂസ് ചെയ്താൽ അപ്പർ ട്രയാങ്കിളോ ലോവർ ട്രയാങ്കിളോ നമുക്ക് റെഡ്യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റിയ എന്താണ് നമ്പർ ഓഫ് അൺനോൺ തന്നെയാണ് അതിൻ്റെ റാങ്ക് എന്ന് പറയാം. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ നമുക്ക് പറയാം ഈ ഇതെന്താണ്, ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ റാങ്ക് ഓഫ് എ 3 നമ്പർ ഓഫ് അൺനോൺ ആകുമ്പോൾ നമുക്ക് ഒരു ട്രിവിയൽ സൊല്യൂഷൻ ആവും. 3 സൊല്യൂഷൻ കിട്ടും. അതായത് ഈ ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഇത്രയൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഇങ്ങനെ വന്നാൽ നമുക്ക് K1-ൻ്റെയും K2-ൻ്റെയും K3-യുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, നമ്മളെപ്പോഴും പറഞ്ഞു മിനിമം നമ്പർ ഓഫ് അൺനോൺ ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടുക, 2K3 ഈക്വൽ ടു നമുക്ക് 0 കിട്ടി ഇല്ലേ. അപ്പോൾ K3 എന്താണ്, K3 ഈക്വൽ ടു 0 ഇല്ലേ. നെക്സ്റ്റ് നമുക്കറിയാം K3 0 ആണ് നമുക്ക് കിട്ടിയത്. സോ ഇവിടെ എന്താണ് K2 മൈനസ് K3 ഈക്വൽ ടു 0 കിട്ടി ഇല്ലേ. K2 അപ്പോൾ എന്തായിരിക്കും, K2 മൈനസ് 0, K3 0 ആണ്. അപ്പോൾ K2 എന്തായിരിക്കും, നമുക്ക് 0 കിട്ടും. ഈ നെക്സ്റ്റ് ഇതെന്താണ്, നെക്സ്റ്റ് ഈ ഒരു കണ്ടീഷനാണ് വരുന്നില്ല. അതായത് K1 K2-ൻ്റെ അവിടെ 0 ആണ്. 0 K2 പ്ലസ് 2 K3 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് അറിയാം K2 0 തന്നെയാണ്, ഓൾറെഡി 0 തന്നെയാണ്. K3 നമ്മൾ 0 വാല്യൂ. അപ്പോൾ K1 എന്തായിരിക്കും 0. സോ നമുക്ക് എഴുതാം എന്താണ്
K1 K2 K3 ഈക്വൽ ടു 0 മൂന്നും 0 ആണ്. സോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനെന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെട്രിക്സിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഇക്വേഷനിൽ വെച്ചിട്ടാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റോ ലീനിയർ ഡിപ്പെൻഡൻ്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദി അൺനോൺ സ്കേലർ വാല്യൂസ് K1 K2 K3. ഈ K1 K2 K3 ആർ ഈക്വൽ ടു 0, എല്ലാം ഫുള്ളും ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഈസ് നോട്ട് 0. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇത് 3 ഉണ്ട്, 2 നമുക്ക് 0 കിട്ടി, പക്ഷേ ഏതെങ്കിലും ഒന്ന് നമുക്ക് നോൺ 0 കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.